ക്യാമറ ഒന്ന് ഓഫ് ചെയ്താൽ ഇവിടെ കിടന്ന് ഇവ കുന്തളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓഫ് ആക്കിയില്ലേ? എന്തൊക്കെയാണ് പഠിച്ചത്? അത് ഞാൻ പറഞ്ഞുതരാം. വേറൊരു ചോദ്യം അപ്പൊ റംസാൻ എന്ന് പറയുമ്പം നായകനാവും റംസാനെ പോലെ ഒരു യങ് ഇവരെ പോലുള്ള ഒരു മുന്നോട്ട് വരട്ടെ. ഇത് നമ്മള് ടീസറിലും ട്രെയിലറിലും ഒക്കെ വരും. ക്ലൈമാക്സാ പറഞ്ഞോണ്ടിരിക്കണേ, തീർത്തോട്ടെ. ബാക്കിലൊരു ഡബി. സ്ഥിരം പരിപാടി തന്നെ. ചെന്നൈയിൽ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ റെസ്പോണ്ട് ചെയ്യണം. കൊറേ മിണ്ടാണ്ടിരിക്കും. താങ്കളും ഉണ്ട്. അപ്പൊ ഷൂട്ടിന്റെ സമയം ഒരു ഒറ്റ ചോദ്യത്തിൽ വെള്ളം ഓഹോ, തിണ്ണമെടുക്ക് കാണിക്കാനുള്ള ആങ്കർമാര്. തൊഴിലാളിക്ക് ജയ്. അതാണെങ്കിൽ വർഷമൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഡേ 5 ആടായിരുന്നു. പോടോ, ഞാൻ ഇൻട്രോവേർട്ട് ആണ് കഴിച്ചത്. കൊറേ രാജ്യങ്ങളിലോട്ട് പോകുന്നു. എന്നെ 3 സ്ഥലത്തോട്ട് ഒരേ സമയം കണ്ടവരോ? മാവേലി വരുന്ന പോലെയാണ് ഞാൻ. എന്നെ നോക്കണം എന്തിനാ? കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്. ക്യാരക്ടർ ക്യാരക്ടർ നിങ്ങൾ സെന്റിമെന്റ്സ് ആവല്ലേ? ഫ്രണ്ട് റോ പ്രൊഡക്ഷൻസിൽ ബിബിൻ സംവിധാനം ചെയ്ത 20 ഗ്രാംസിന് ശേഷം വരുന്ന അവർ സെയിം പ്രൊഡക്ഷൻ ഹൗസിൽ വരുന്ന രണ്ടാമത്തെ സിനിമ സാഹസം. ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ടൈറ്റിൽ വളരെ വ്യത്യസ്തമായ ടൈറ്റിലാണ് സാഹസം. എന്താണ് ഇനി ഈ ആക്ടേഴ്സിന് എന്തെങ്കിലും സാഹസമാണോ? ഇതിനകത്ത് എന്തെങ്കിലും കുറേ സാഹസം സംസാരിക്കുന്നുണ്ടോ? അങ്ങനെ അതിനെപ്പറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാനാണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ട് സാഹസത്തിൻ്റെ വരുന്നത് ഓണം മൂഡ്. ആ പാട്ടിലുള്ള പോലെ ഫുൾ കളേഴ്സ്, വൈബ്രന്റ്, അതാണോ സാഹസം? ടീസർ ലോഞ്ച് ചെയ്തു. ടീസറിൽ എവിടെയൊക്കെ കുറേ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ച് ഒരു എത്തും പിടിയും തരാത്തൊരു ടീസർ. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് സാഹസം എന്നുള്ളത്. റംസാൻ ആണ്. ഇതൊരു നായകൻ ഓറിയന്റഡ് സിനിമയല്ല, ബട്ട് സ്റ്റിൽ അവളൊരു ഹീറോ നമ്മൾ ആ സ്ഥാനത്ത് പ്ലേസ് ചെയ്ത് നമ്മൾ രണ്ടുപേരും എന്റെ കൂടെ കോയങ്കർ ചെയ്തിട്ടില്ലല്ലോ. കമോൺ, നിനക്കുള്ള അവസരമാണ്. അപ്പൊ നമ്മള് നായക സ്ഥാനത്ത് എന്റെ കൂടെ ഏറെ പോയിട്ടില്ലല്ലോ. നമ്മള് മലയാള സിനിമയിൽ നായക സ്ഥാനത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് റംസാനെയാണ്. ഓർ ടു റംസാൻ, പ്ലീസ് റംസാൻ. അല്ല, ഇപ്പൊ എന്താണ് സാഹസം? ജീവ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. കാരണം ഇത് ഒരാളുടെ സിനിമയല്ല, നമ്മുടെ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പടമാണ് സാഹസം. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം. ഇത് എങ്ങനെയാണ് പോർട്രേ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായി. പിന്നെ ബിബിൻ ചേട്ടൻ്റെ കയ്യിലാണ് പരിപാടി. അതിൻ്റെ തുടക്കം തന്നെ പുള്ളി നല്ല അടിപൊളിയായിട്ടെല്ലാം പ്ലേസ് ചെയ്തിരുന്നു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടു. റംസാൻ ആണല്ലോ ഈ ഓണം മോഡിന്റെ കൊറിയോ, അതിന്റെ കോൺസെപ്റ്റ്, ഡയറക്ഷൻ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഒന്നും അറിയാത്ത പോലെ അതിന്റെ കോൺസെപ്റ്റ്, ഡയറക്ഷൻ എന്നൊക്കെ ഞാൻ പറയും. ഞാൻ പറഞ്ഞ നല്ല പിള്ളേരുടെ പേര് പറയത്തില്ല. അപ്പൊ അതൊക്കെ ചെയ്ത റംസാൻ ആണല്ലോ. അപ്പം സാഹസം എന്ന് പറഞ്ഞാൽ ഡീൽ ചെയ്യുന്നത് എന്താന്നുള്ളത് റംസാൻ അറിയാം. അപ്പോൾ ഓണം മൂഡ് എന്ന് പറയുന്ന ഒരു പ്രൊമോ സോങ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയായിരുന്നു ആ തോട്ട് പ്രോസസ്? ഫസ്റ്റ് നമുക്ക് ട്രാക്ക് കിട്ടി. ബിബിൻ ചേട്ടനും വിനായൻ ചേട്ടനും ചെയ്ത ട്രാക്ക് എനിക്ക് കേൾപ്പിച്ചപ്പോൾ തന്നെ ഓക്കെ, ഇതിലൊരു പരിപാടി ഉണ്ട്, കുറച്ച് പേർക്കെങ്കിലും ഇത് ഹുക്കാവും പരിപാടി, ആൾക്കാർ എന്തായാലും ഈ പാട്ട് കേൾക്കും എന്നുള്ളത്. പരിപാടി ഞങ്ങൾ സിനിമാക്കാർ ഒരുപാട് പരിപാടി ഗൗരി ഒരു കാര്യമുണ്ട്, ചെറിയ പരിപാടി ഉണ്ട്, ഞാൻ പറയാതെ. അതായത് സിനിമാറ്റിക് അല്ലേ, അറിയില്ല. സ്ഥിരം പരിപാടി ഉണ്ട്. ചെന്നൈയിൽ പരിപാടി എന്നുള്ളൊരു ടേമാണ്. ചെന്നൈയിൽ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സീരിയസ് ആയിട്ടിരിക്കണം. അങ്ങനെ ഇരുത്തിയാൽ മതിയായിരുന്നു, വെറുതെ പറഞ്ഞ ഇളക്കി പറയൂ. ഓക്കെ, അപ്പൊ ആ പരിപാടി അതായത് അത് സോങ് ഓൾറെഡി എല്ലാവർക്കും എല്ലാവരും കേൾക്കും, അല്ലെങ്കിൽ ഇത് കുറച്ച് വൈറലാവുന്നുള്ളത് എനിക്ക് സോങ് കേട്ടപ്പോഴേ തോന്നിയിരുന്നു. പക്ഷെ നമ്മുടെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വിഷ്വൽ എങ്ങനെ ഒന്നില്ലെങ്കിൽ സോങ്ങിന്റെ അത്രയും തന്നെ, ഇല്ലെങ്കിൽ സോങ്ങിന്റെ മുകളിൽ വെക്കുക എന്നുള്ളതായിരുന്നു. സോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ, നമ്മളെല്ലാവരും ഓണം ആഘോഷിക്കുന്നു, ഓണപ്പാട്ടാണ് ഓഫ് കോഴ്സ് നമ്മൾ പോർട്രേ ചെയ്യേണ്ടത്, ഓണമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര കളർഫുൾ ആയിട്ട് എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു വിഷ്വൽ എനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു. കൂടെ ഈ സ്ക്രിപ്റ്റിന്റെ ചെറിയ ചെറിയ എലമെന്റ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക, എന്നാൽ ഈ പാട്ട് ഹിന്റ് കൊടുക്കണം, എന്നാൽ ഓഡിയൻസിന് മനസ്സിലാവരുത് ഇവരിൽ എന്താണ് ഈ സംഭവം ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ ഞാനും ഹരിയുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ കണ്ടാൽ അതിനകത്തൊരു ചാക്കിന്റെ ഒരു കൈമാറ്റം സംഭവിക്കുന്നുണ്ട്. ഞാൻ കൊടുത്തു, ലാസ്റ്റ് ഗ്രൗണ്ടിൽ ഇട്ടു, പരിപാടി മിസ്സായല്ലോ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ഇന്റർവ്യൂല്
അല്ല ഇതുവരെ എണ്ണിയോ? ഇപ്പൊ തന്നെ റംസാന്റെ 6 ഒരു പരിപാടിയായി. 25 കൂട്ടാം. അല്ല ഇതുവരെ നമുക്ക് റംസാന്റെ 6 പരിപാടിയായി. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും ജീവ. റംസാൻ ഇത് എത്ര സമയം എടുത്തു ഈ ഒരു പാട്ട് ഈ ഒരു പരിപാടിയല്ലേ? എല്ലാരും റംസാനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. നീ ചോദിക്ക് ജീവ നടത്തിരുന്നിട്ട്. നീ ചോദിക്ക് ജീവ. ചോദിച്ചൂടെ ഇങ്ങട്? ഞാൻ റിലാക്സ് നീ എന്നോട് ചോദിക്കേ. ആ റംസാന്റെ കഴിഞ്ഞോ? ഇവിടെ മിണ്ടണില്ലല്ലോ കഴിയാൻ. അവന്റെ പരിപാടി തീർന്നു. എന്നിട്ട് അപ്പൊ അങ്ങനെയാണ് ബേസിക്കലി പോർട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതാണ്. സക്സസ് ആയെന്ന് വിശ്വസിക്കുന്നു. ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്, അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. പിന്നെ ഒരു പരിപാടിയില്ല. ഇനി എന്റെ ഒരു പരിപാടിയില്ല. അതായത് ആ 10 വാക്കുകളുണ്ട് മലയാളത്തില്, അതിനെല്ലാം പരിപാടി എന്ന് പറയണം. ഞാൻ പറയണ്ടെന്ന് പറഞ്ഞ പിന്നെ പകുതി പോയി അവന്റെ സെന്റൻസ്. ഗൗരി എടുത്തു വെക്കാം. അപ്പൊ നമ്മളിപ്പോ സിനിമയെ പറ്റില്ല ഇങ്ങനെ എപ്പോഴും ഫുൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. വേറൊരു സിനിമ അല്ലാത്ത സിനിമയെ പറ്റിയല്ല. വർഷയ്ക്ക് സിനിമയ്ക്ക് പുറത്തുള്ള കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ ചോദിക്കും. സിനിമ എന്ന് പറയുന്നത് സാഹസത്തിനെ തിണ്ണമെടുക്ക് കാണിക്കാനുള്ള ആങ്കർമാരെ. ആങ്കറിന്റെ ഫ്രീഡം അതിക്ക് കൈയടത്തല്ലേ ചോദിക്ക്. തൊഴിലാളിക്ക് തൊഴിലാളിക്ക്. ആ എടാ, അതായത് ഇപ്പം ഗൗരി ഇപ്പൊ ചെന്നൈയിലാണല്ലോ ബേസിക്കലി. ഇപ്പം ഇപ്പൊ കൊച്ചിയിലോട്ട് വെണ്ണലയിലേക്ക് എടാ മാറി. ഞാൻ ചോദ്യത്തിൽ അതൊക്കെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് നാട്ടിൽ ആങ്കർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണോ? ഓക്കെ. അല്ല ഹലോ, ഞാനൊരു ആങ്കറാണ്. നിങ്ങൾ മുന്നേറി കൊളാകരുത് പരിപാടി. എടാ, നീ ആങ്കറുടെ പൈസ ലാഭിക്കാൻ വേണ്ടിട്ടല്ലേ ഞങ്ങളെ കൊണ്ടാണ് ഈ പണിയെടുപ്പിക്കുന്നത് അല്ലേ? സത്യം പറ. എന്നിട്ട് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഒരു ഫൺ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നു. നമ്മളെല്ലാരും വന്നപ്പോ ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോളാം. അതെ, ഇതേതാ മീറ്റ് അല്ലേ? ഹൗസ് ബോട്ടിൽ പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ഞാൻ കുറെ നേരിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ കാത്തിരിക്കണം. എനിക്ക് ചോദ്യം ചോദിക്കണം. ചോദിക്കട്ടെ. ഗൗരി ചെന്നൈയിലാണല്ലോ, ഇപ്പൊ കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മളിപ്പം മലയാളത്തിലാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് മലയാളം ചെയ്യണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ വേറെ സ്ഥലത്താവുന്ന സമയത്ത് മലയാളത്തിൽ നിന്ന് ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ആ കുട്ടി അവിടെയാണ്, സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടോ? അതിന്റെ പേരിൽ അവസരങ്ങൾ പോവാറുണ്ടോ? അല്ല, അത് അവസരങ്ങൾ പോവാറുണ്ടോന്ന് വെച്ചാൽ ഇവിടെ അബുദാബിന്ന് ആള് വന്ന്, പിന്നാണ് ചെന്നൈ. ഇവിടെ അബുദാബിന്ന് വണ്ടി കേട്ട മാറി കേൾക്കാത്ത മാറി ലേഡി ഗാഗാന്ന് വിളിച്ചു ഓന്ന് പറഞ്ഞു നേരെ എയർപോർട്ടിലാട്ടോ ഓടിയത് നമ്മള് കേട്ടത്. അല്ല, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാ ഇപ്പൊ ഞാൻ മലയാളം സിനിമ ചെയ്യുമ്പോ തന്നെ തമിഴില് കോള് വരുമ്പോ ഓ നീങ്ക ഇപ്പൊ കേരളവാ അങ്ങനെ ചോദ്യം. അപ്പൊ അവിടെ നിന്നും കുറയും. അപ്പൊ ഞാൻ എല്ലായിടത്തും സിനിമ പോകണം. അത് ശരിക്കും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ. അബുദാബിലാകുമ്പോ ഇപ്പൊ എവിടെയാ? അബുദാബിലാണോ? ഓ, അബുദാബിലാണല്ലേ. അന്ന് ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കും. പിന്നെ എനക്ക് കാണും. ജീവിക്കോ? അബുദാബി പോയെ അവിടെ ഇല്ലേ ഫാമിലി മൊത്തം? ഇവിടെ നിന്നാ പോരെ, ഇവിടെ വർക്ക്. എടാ ജീവ, ഇപ്പൊ നീ ഫുൾ ഭയങ്കര ബിസി ആയിട്ടുള്ള ആങ്കർ ആണല്ലോ. പുറത്തിന് നീ ഫുൾ ട്രാവൽ ചെയ്യുന്ന, എവിടെ നോക്കിയാലും നീ ഇങ്ങനെ കുറെ രാജ്യങ്ങളിലോട്ട് പോകുന്നു. എന്നെ 3 സ്ഥലത്തോട്ട് ഒരേ സമയം കണ്ടവരാ. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നിനക്ക് ശരിക്കും സിനിമയിൽ നിന്നൊക്കെ എന്തെങ്കിലും വിളി വരുമ്പോൾ നിനക്ക് പ്രശ്നങ്ങൾ വരാറുണ്ടോ? ഇല്ല, നമ്മൾ സിനിമയ്ക്ക് വേണ്ടിട്ട് ബാക്കിയെല്ലാം മാറ്റും. പുള്ളി സിനിമയിൽ കോൾ വരുന്ന സമയത്തൊക്കെ വല്ല ബീച്ചിലും ഒക്കെ ആയിരിക്കും. ആപ്പ് കോൺഫറൻസ് ഒക്കെ അടിച്ചിരിക്കുമായിരിക്കും. ഇന്ന ദിവസം ഫ്രീ ആണ്, ഇന്ന ദിവസം ഫ്രീ ആണ്. ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് കാനഡയിലൊക്കെ ഉള്ള വെക്കേഷൻ 13 ദിവസം വെട്ടിച്ചുരുക്കി ഈ പടത്തിന് ഡേറ്റ് കൊടുത്ത് അഭിനയിച്ച ആളാണ്. 6 വർഷം. അതാണ് വർഷം. ഓ, അങ്ങനെ. പിന്നെ ശബരീഷ് ബ്രോ, എന്താണ് സാഹസം? ഓൾ ഇൻ ഓൾ ഒരു മൂഡ്. ഇപ്പൊ ക്യാരക്ടറിനെ പറ്റി പറയാം. സാഹസം എന്ന് പറയുന്ന സിനിമയുടെ പിന്നെ ആ ജേർണിയിലുണ്ടായ കാര്യങ്ങൾ പറയാം. അത് പറയണോ? പറയാൻ പറ്റുന്ന മാത്രം ചോദിക്കുന്നതേ ഉള്ളൂ, ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അതെ, ചോദിക്കുന്നതേ ഉള്ളൂ, പറയരുത് എന്നൊക്കെ മൈൻഡ് വൈസ്. ഇതിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സാം എന്നാണല്ലോ. എല്ലാ സിനിമയിലും സാമാണോ? അല്ല, നിങ്ങളോട് സംസാരിക്കുന്നത്. 4th വാൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സാം എന്നാണ്. ഞങ്ങള് സാം എന്നാണ് പേര്. ഈ IT കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. ഞാൻ മാത്രമല്ല, കുറെ പേരുണ്ട് ഇവിടെ. റംസാൻ ഉണ്ട്, വർഷ ഉണ്ട്, ജയശ്രീ ഉണ്ട്, ആ വർഷം ഇല്ല. അങ്ങനെ അവിടെ നടക്കുന്ന റംസാന്റെ ഭാഗത്ത് നടക്കുന്ന അതിൽ കൂടി ട്രാവൽ ചെയ്യുന്ന ഒരു കഥയുണ്ട്. അത് പറയേണ്ട കാര്യം അതല്ലല്ലോ ചോദിച്ചത്. എന്റെ ക്യാരക്ടർ സാം IT കമ്പനി ജോലി ചെയ്യുന്നു. അത്രേ പറയാം. ഷൂട്ട് കാര്യം ഇതില് സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്, ജൂനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പം
താങ്കളും ഉണ്ട്. അപ്പൊ ഷൂട്ടിന്റെ സമയം ഒരു ഒറ്റ ചോദ്യത്തിൽ വെള്ളം വരുന്നല്ലേ ഉള്ളു സാധനം. അപ്പം ആ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു when compared to other set seniors? വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. വെള്ളം കുടിക്കുമ്പോൾ ചോദിക്കാൻ വേണ്ടി ചോദ്യമല്ല. കമ്പയർ ടു സീനിയേഴ്സ് എന്താ ചോദിച്ചു ആരാണ് പെട്ടെന്ന് ഒന്നുമില്ല, ഒരു എത്ര ദിവസം ഉണ്ടായിരുന്നു സാഹസത്തെ? എന്തുത്തരം പ്രതീക്ഷ അതിലൊരു ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അറിയാല്ല, എത്ര ദിവസം ഉണ്ടായിരുന്നു ടോട്ടൽ സാഹസത്തിന് വേണ്ടിട്ട്? എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? 45 ദിവസം ഉണ്ട്. 45 ദിവസം. ഞാൻ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, seniors ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്, ജൂനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് രണ്ടുപേരെടുത്തും ബ്ലെൻഡ് ആയി നിൽക്കുന്ന, അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരെടുത്തും ബ്ലെൻഡ് ആയി നിൽക്കുന്ന ആളാണ് ശബരീഷ് എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റ്. അവിടേക്കും ഇവിടേക്കും കൂടി പറ്റിയത്. അത് എന്നാൽ എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല, എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. നമുക്ക് അറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ ഹൗ യു ഹാൻഡിൽ ദിസ്? എങ്ങനെയായിരുന്നു ഓവറോൾ ഷൂട്ടിന്റെ? പബ്ലിക്കായിട്ട് പറഞ്ഞത് അല്ല ജീവ, ഇതിനകത്ത് ആരാണ് ബ്ലെൻഡ് ആവാതിരുന്നിട്ടുള്ളത്? എനിക്ക് തോന്നി, എനിക്ക് കിട്ടുന്നത് ബ്ലെൻഡ് ആവാത്തവരൊക്കെ ഉണ്ട്. അല്ല, എല്ലാരും ബ്ലെൻഡ് ആയി. ഞാൻ അത് ഒരാളോട് ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ എക്സ്പീരിയൻസ് രണ്ട് സൈഡും നോക്കുമ്പോൾ ഹൗ യു ഹാൻഡിൽ എന്ന് ചോദിച്ചാ നീ ടെസ്റ്റ് ചോദിക്കണോ? പറഞ്ഞോട്ടെ. എന്തു പറയാ ഇത്ര നേരം ചോദിച്ചതോ? എനിക്ക് മനസ്സിലായി. ഇങ്ങനെയല്ല അല്ലേ? ഇല്ല ജീവ, സജനേട്ടൻ ഇന്ന് കുറച്ച് മസിലൊക്കെ പിടിച്ചിരിക്കണേ. ഇങ്ങനെയല്ല ഞങ്ങളുടെ സജനേട്ടൻ. എനിക്കൊന്നും സജിൻ ബ്രോയുടെ സാഹസത്തിന്റെ പിന്നെ എല്ലാ ഇന്റർവ്യൂസും ഒന്നും കൊടുക്കത്തില്ല. വളരെ സജിൻ പറയട്ടെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു? സെലക്ട് ചെയ്ത സീനിയേഴ്സും ജൂനിയേഴ്സും ആക്ടേഴ്സ് ഉള്ളപ്പോ അവരുടെയുള്ള തർക്കം എങ്ങനെയാണ് നിങ്ങൾ പരിഹരിച്ചത്? തുടക്കത്തിൽ ഈ സീനിയേഴ്സ് ജൂനിയേഴ്സ് രണ്ടായിട്ട് നിങ്ങൾ തന്നെയാണ് നിന്നിരുന്നത്. നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നു. അവിടെ വേറെ സൈഡിൽ ഇവരൊക്കെ ഉണ്ട്, ബാബു ചേട്ടനുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി ഒരുമിച്ച് സെറ്റായ ഒരു മൊമെന്റ്, ആ ഒരു നൈറ്റ് ഷൂട്ടിന്റെ ഇടയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്ന സമയത്ത് അല്ലെ, എല്ലാവരും ഒരു ടീമായിട്ട് ശരിക്കും വർക്ക് ചെയ്ത ആ ഒരു ആദ്യത്തെ ആ ഒരു ഐസ് ബ്രേക്കിന്റെ ഒരു 2 ദിവസം. അതെ അതെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്ന് അരി തിന്ന്. സജിന്റെ ക്യാരക്ടറിനെ പറ്റി പറയാം. കാര്യം ഇതിൽ ഓണം മൂഡിൽ ഒരു മാവേലി അടിപൊളിയായിരുന്നല്ലേ ഓണം മൂഡില് ഓണം തൂക്കി സജനേട്ടനാണ്. അതായത് സജനേട്ടന്റെ ആ ഒരു സംഭവം വെച്ചോണ്ട് ഒരുപാട് മീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇത് പണമായിട്ട് ബന്ധമുള്ളതുകൊണ്ടല്ലേ? അതെ അതെ. പടം ഈ പറഞ്ഞ പോലെ ആ പാട്ടിൽ കാണുന്ന എല്ലാം കളർഫുൾ ആയിട്ടുള്ള എല്ലാ പരിപാടി വിത്ത് മാവേലി ആയിരിക്കും സിനിമ അല്ലേ? അത് ഭയങ്കര പെർസ്പെക്റ്റീവ് ആണ്. വിത്ത് മാവേലി നമ്മളുടെ ഒരു ഓണം ഇതിന്റെ ടീസറിൽ തുടക്കത്തിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഏത് ബോറന്റെ ലൈഫിലും ഹൈലി സിനിമാറ്റിക് ആയ ഹൈലി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവും. ആക്ച്വലി സിനിമയുടെ ടോട്ടൽ ഫിലോസഫിയാണ് അത് പറയാമോ പുറത്ത്? അല്ല, ഇത് കുറെ ക്യാരക്ടേഴ്സ് ഈ മൂമെന്റിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഹൈലി അഡ്വഞ്ചറസ് ആയ സിനിമാറ്റിക് ആയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിപ്പെടുന്നതാണ് ആ സിനിമ. ഇതിലെ ക്യാരക്ടർ എന്താ സഞ്ജുനെ? എന്റെ ക്യാരക്ടർ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട ഈ കഥയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, നടക്കുന്ന പ്രശ്നങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാനാണ് ഏറ്റവും നിസ്സഹായനായി പോയ ഒരു ക്യാരക്ടർ. കാരണം ഇതൊക്കെ നടക്കുന്ന അത് പറയുന്നില്ല. അപ്പൊ ഇതില് എന്തോ ഒരു സാധനം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. IT കമ്പനിയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ ഹെഡാണ്, ഇവരുടെയൊക്കെ ബോസ് ആണ്. ക്യാരക്ടറിനെ പറ്റി പറയാം. ഇവരൊക്കെ IT കമ്പനിയിലാണ്. അത് IT കമ്പനിയുടെ ഒരു സീനിയർ മാനേജറെ സംബന്ധി ഇവരുടെയൊക്കെ മോളിരിക്കുന്നതാണ്. ഗായത്രി എന്ന ക്യാരക്ടറിന്റെ പേര്. ഇവരെയൊക്കെ ലേഡി ഗാഗ എന്ന് വിളിക്കും. ഗായത്രി ഗണേഷ് എന്ന പേരായതുകൊണ്ട് അതിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഗാഗ. ലേഡി ഗാഗയുടെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്യുന്ന നല്ല നല്ല ഉണ്ണികളാണ് ഇവരൊക്കെ. അതിനെപ്പറ്റി എന്തൊക്കെ കുറ്റമൊക്കെ പറയുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. പറയുന്നുണ്ടോ? ഞാൻ പറയുന്നില്ലെന്നോ? ഗായത്രിയെ പറ്റി ഒരു ബ്രേക്കിന് ശേഷമല്ലേ വർക്ക് ചെയ്യുന്നത്? അല്ല, എനിക്ക് ഓരോന്ന് കഴിയുമ്പോഴും പറ്റുന്നതാണോ അതോ മനഃപൂർവ്വം ചൂസ് ചെയ്ത്? അല്ല, മനഃപൂർവ്വം ചൂസ് ചെയ്യുന്നല്ല, പുറത്താണ്ട്. അപ്പൊ എനിക്കിപ്പം മാവേലി വരുന്ന പോലെയാണ് ഞാൻ. ഒരെണ്ണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാനാണ് മാവേലി പറഞ്ഞത് കൊണ്ട് നമ്മുടെ സാഹസത്തിലെ മാവേലിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുന്നതാ. ജയശ്രീ പറയൂ. ജയശ്രീ സാഹസത്തെ പറ്റി പറയൂ. ജയശ്രീ എങ്ങനെ സാഹസത്തിലെത്തി? ജയശ്രീയുടെ ക്യാരക്ടർ എന്താണ്? എന്താ പരിപാടി? പരിപാടി ഈ പറഞ്ഞ പോലെ ഗാഗയുടെ താഴെ വർക്ക് ചെയ്യുന്ന ഇവരുടെ ഒക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന IT
ബാക്കി ഇപ്പൊ പകുതി ഇതിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഇവര് തമ്മിൽ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ ഇവരെ ഒരു രക്ഷിച്ചു വേറെ അർത്ഥമുണ്ടോ? പറഞ്ഞു അപ്പൊ എല്ലാവർക്കും പരിപാടിയായി, സന്തോഷായില്ലേ. അപ്പൊ പ്രിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര്. അപ്പോൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഈ വൈബിനൊപ്പം നിൽക്കുന്ന ഒരു മോചനം കിട്ടി. അതെ കിട്ടി. ജോലി കിട്ടി. അതെ ജോലി പഠിച്ചിറങ്ങി. ഇനി സ്കൂളിൽ പോയി ചേരുവോ? ഞാൻ പറയാം സിനിമയിലെ കാര്യ പറഞ്ഞു. അതോടെ ഇനി ചിലപ്പോ ചെയ്യേണ്ടി വരും. എന്നെ എപ്പോഴും അങ്ങനെ നിക്കണേ, മാറുന്നില്ലെന്ന്. എപ്പോഴും സ്കൂൾ യൂണിഫോമിൽ കാണുന്ന ഒരു കുറെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് ഇപ്പൊ IT കമ്പനിയിൽ. അതെ, അങ്ങനെ ഒരു വർക്കിംഗ് ഗേൾ ആയിട്ട് ഉള്ള ഒരു പ്രൊമോഷൻ ഉണ്ട് പടത്തില്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് മാറും അല്ലേ? ഇത് കഴിഞ്ഞ് മാറും. ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി IT കമ്പനി അങ്ങനെ അങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇത് കല്യാണം കഴിയും. അമ്മൂമ്മയാവും അല്ലേ? അത് ഞാൻ വേറൊരു ഭാഷയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വർഷ പറയൂ. വർഷ ടെലിവിഷനിൽ നിന്ന് സിനിമയിലേക്ക്, അത് സാഹസത്തിലേക്ക്. അല്ല, റേഡിയോയിൽ നിന്ന് ടെലിവിഷനിലേക്ക്. അങ്ങനെയല്ല, റേഡിയോയിൽ നിന്ന് ഓൺലൈൻ മീഡിയ ചെയ്തു, അതിന്ന് പിന്നെ ടെലിവിഷനിലേക്ക്, പിന്നെ സിനിമ, അങ്ങനെ കുറെ. അല്ല, എനിക്കൊരു ചോദ്യം ചോദിക്കണ്ടോ? എന്നോടോ? എങ്ങനെയുണ്ടായിരുന്നു ഡബിങ് ഡബിങ് എക്സ്പീരിയൻസ് ആണ് മെയിൻ. വളർത്താലോ? അല്ല, ഞാൻ ഓൾറെഡി തളർന്നു. അല്ല, ഞാൻ എന്താ പറയണ്ടേ, ഇപ്പൊ നന്നായിരുന്നു, ഞാൻ നന്നായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നെ മാറ്റി ഡബ് ചെയ്തതിന് നന്മ കാരണം മാറ്റി. നല്ല ഒരു ചെറുതായിട്ടൊരു തിങ്സ് പാളിയായിരുന്നു. അതെന്താന്ന് വെച്ചാല്, ഞാൻ ഡബ് ചെയ്യാൻ പോയ കറക്റ്റ് ദിവസം റംസാൻ വന്നായിരുന്നു. അപ്പം ഇവനാണ് മാറ്റിച്ചത്. ഇവനെ നാട്ടിച്ചത്, ഇവനെ തീരുമാനാക്കിയില്ലേ. കഥ മൊത്തം സ്പ്രെഡ് ചെയ്ത് റംസാനാണ്. അപ്പൊ സാഹസത്തിൽ ഈ പറഞ്ഞ പോലെ പേര് പോലെ തന്നെ കുറെ സാഹസങ്ങളുണ്ട്. പ്രത്യേക രീതിയിലുള്ള പല പല സംഭവങ്ങളും ചെയ്യേണ്ടി വന്നു ഡബിങ്ങില്. പക്ഷെ ഞാനത് കുഴപ്പമില്ല, അത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. എന്റെ കിട്ടിയപ്പോ ഞാൻ കൊടുക്കേണ്ട ഒരു ചില സ്വീകാരങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാനത് ആ കഥ പറഞ്ഞ രസം ഉണ്ടാവില്ല. അതിപ്പോ കേട്ട് ഓൻ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ ആൾക്കാർക്ക്. ഞാനിപ്പോ എന്ത് എനിക്ക് വൈകുന്നേരം ഡബിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ എത്തി നോക്കിയപ്പോൾ വർഷ ഡബിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുറച്ച് ഫൈറ്റിന്റെ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഞാൻ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ മൊബൈലിൽ നോക്കി, അവൾ തീർന്നിട്ട് എൻ്റെ ഡബിങ് ചെയ്യാലോ, സമയം കൊടുക്കാം, ആർട്ടിസ്റ്റ് അല്ലേ. അപ്പോൾ അവിടെ പാർത്തേട്ടൻ പറയുന്നുണ്ട്, വർഷ ഇനി വർഷയ്ക്ക് കർണത്ത് അടി കിട്ടുന്ന സീക്വൻസ് ആണ്. അപ്പൊ അത് അതാണ്. അപ്പൊ കർണത്ത് അടി കിട്ടണം അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ആക്ഷൻ അവിടുന്ന്. അപ്പോൾ സീൻ പ്ലേ ആവുന്നു, വർഷ ഡബ് ചെയ്യുന്നു. ഞാൻ മൊബൈലിൽ നോക്കിയിരിക്കുക. അപ്പോൾ കർണത്ത് അടി കിട്ടുന്നത് ഇപ്പുറത്തെ മോണിറ്ററിൽ എനിക്ക് കാണാം, ബാക്കിലൊരു ഡബിങ്. ഞാനിങ്ങനെ അല്ല, അപ്പൊ ഞാൻ വിചാരിച്ചു അറിയാണ്ട് പാളിയതാണെന്ന്. അത് വേറെ ആരെയോ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നല്ല ഡബിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട്. അത് മാത്രോ? അത് മൊത്തത്തിൽ അല്ല, എന്റെ മൊത്തം ക്യാരക്ടർ വേറെ ആളാ ഡബ് ചെയ്തിട്ടുള്ള. ആണോ? വേറെ നല്ല ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ് വിട്, ക്യാരക്ടറിനെ പറ്റി പറ. വർഷ ഈ സാഹസത്തിൽ ചെയ്ത ക്യാരക്ടറിനെ പറ്റി പറ. ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് ഇഷ എന്നാണ്. അറിയാലോ എല്ലാവർക്കും, ഇഷ. അപ്പൊ ഞാൻ വന്നിട്ട് നാരായൺ ചേട്ടന്റെ കൂടെയുള്ളൊരു സംഭവം ചെയ്യണത്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ്, ഞാൻ ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്രശ്നത്തിലാണ്. അപ്പം നിനക്കൊരു തവണ പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല അല്ലേ? കിട്ടിയില്ല. അപ്പൊ അങ്ങനെ അതാണ് എന്റെ സാഹസം. പിന്നെ എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് മാറ്റങ്ങൾ, അല്ലെങ്കിൽ ബാക്ക് ടു എന്റെ കുറച്ച് സ്വപ്നങ്ങൾ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ്. ഈ സിനിമ എപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നോ? അതോ പിന്നെ അപ്പൊ എങ്ങനെയാ ഈ ഹാപ്പിനെസ് എങ്ങനെയാ? ടെലിവിഷൻ, സിനിമ,
ആ ട്രാൻസ്ഫോർമേഷൻ പറ. അതിപ്പോ ഞാൻ അങ്ങനെ ട്രാൻസ്ഫോം ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോഴും TV വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോഴും സ്റ്റാർ സിംഗർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരേ സമയം ടെലിവിഷനും സിനിമയും ചെയ്യണം തന്നെ ആഗ്രഹമുള്ളത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ടെലിവിഷൻ. നിനക്ക് ഒരിക്കലും അങ്ങനെ കംപ്ലീറ്റ് ടെലിവിഷൻ മാറിയിട്ട് സിനിമ ചെയ്യണമെന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്കെങ്കിലും പറ്റുള്ളൂ. നിങ്ങൾ സെന്റിമെന്റ്സ് ആവല്ലേ? ചോദിച്ചിട്ട് എനിക്ക് ആങ്കറായിട്ട് നിൽക്കും വേണം TV-ല്. പ്ലസ് എനിക്ക് ഇങ്ങനെ നല്ല സിനിമകളൊക്കെ ചെയ്യണം, അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. ഈ സിനിമ ഒരു 3 വർഷമായിട്ടാണ് ഇതിന്റെ പ്ലാനിങ് നടക്കുന്നത്. ആഫ്റ്റർ 21 ഗ്രാംസ് വിപിൻ 3 വർഷമായിട്ട് പല ഡ്രാഫ്റ്റ്സ് എഴുതി, പല സമയത്ത് പ്ലാൻ ചെയ്ത് പല കാര്യങ്ങളും ഇതിന്റെ ഇടയ്ക്ക് വന്നു പോയി. അങ്ങനെയാണ് ഈ സാഹസം എന്ന് പറയുന്ന സിനിമ സംഭവിക്കുന്നത്. അപ്പം ഈ സാഹസത്തിലെ എനിക്കൊന്ന് ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളാണ് അല്ലേ ഗൗരി. ഏറ്റവും ലാസ്റ്റ് റംസ് കഴിഞ്ഞിട്ടാണോ ഗൗരി? യെസ്. ഞാൻ 2 ദിവസം മുമ്പ് അത് പിന്നെ ഇത് എനിക്ക് കുഴപ്പമില്ല, ഞാനത് വർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അത് കഴിഞ്ഞ ഞാൻ എന്നെ ലോക്ക് ചെയ്തേ. ഗൗരി പറ, എങ്ങനെ എത്തി സാഹസത്തിലേക്ക്? സാഹസത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്ന ആളാണ് ഞാൻ. ക്ലിയർ യുവർ ഡൗട്ട്സ്. അപ്പോ ലവന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ആ സമയത്ത് അത് നല്ലൊരു രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ ആഗ്രഹിച്ചു ഇനിയും ഇതുപോലെ ഒരു നല്ല പ്രോജക്റ്റ് കൂടെ വന്ന, അത് OTT ആയിരുന്നു, നല്ലൊരു തിയേറ്റർ പടം. ഇപ്പൊ എനിക്കൊരു കോൾ വന്നാൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഷിയാബിക്കയുടെ കോൾ വരുന്നു. അതെ, മാനിഫെസ്റ്റ്. അപ്പൊ അങ്ങനെ കോൾ വന്നു. പക്ഷെ യൂഷ്വലി ഞാൻ എപ്പോഴും സെലക്റ്റീവ് ആണ്. കുറച്ച് ടൈം എടുത്ത് അത് ശരിയാവോ. ഭയങ്കര ഈസി ആയിട്ട് എന്നെയും കുറെ നാള് ടൈപ്പ് കാസ്റ്റ് ചെയ്തു. ഒരു സ്കൂൾ ക്യാരക്ടർ, മറ്റേ ജാനു വൈബായിരുന്നു. അപ്പൊ അതിനല്ലാതെ ഒരു നല്ലൊരു കഥ കാസ്റ്റ് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ റൈഫിൾ ക്ലബും ഓഫീസറും ഒക്കെ കാണുമ്പോൾ തന്നെ റംസാൻ ആക്ച്വലി ഓഫീസർ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് റിലീസായത്. പക്ഷെ അതിന്റെ ട്രെയിലറോ എന്തൊക്കെയോ ഞാൻ കണ്ടു. അപ്പൊ റംസാൻ എന്ന് പറയുമ്പം നായകനാവും, വൈ ഈസ് ഹി നോട്ട് എ ഹീറോ യെറ്റ് എന്നുള്ളൊരു തോട്ട് എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ലൈക്ക് റൈഫിൾ ക്ലബും ഒക്കെ കാണുമ്പോൾ പൊട്ടൻഷ്യൽ ഉള്ളൊരു ആക്ടർ അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഒരു ഇൻ ബിറ്റ്വീനാ. എന്താ പറയാ, ചൈൽഡ്ഹുഡ് വേർഷൻ ഇനി ചെയ്യാൻ പറ്റൂല. പക്ഷെ എനിക്കിപ്പം ഒരു മെച്ചോർഡ് ആക്ടേഴ്സിന്റെ കൂടെ പറ്റില്ല. അപ്പൊ റംസാനെ പോലെ ഒരു യങ് ആക്ടറിന്റെ അപ്പൊ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മാത്യു, നസ്ലിൻ, റംസാൻ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിലാണ് ഞാനും പെടുന്നത്. അപ്പൊ എനിക്ക് എല്ലാം നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നി ഈ പ്രോജക്റ്റ്. എൻ്റെ സാര എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര മെച്ചോർഡ്, വെരി നൈസ് ഗേൾ. അവളുടെ എന്താ പറയാ, പുള്ളിക്കാരിയുടെ മൈൻഡ് സെറ്റ് ഭയങ്കര ക്ലിയർ ആണ്. നല്ലൊരു ഫാമിലിയിൽ നിന്ന് വന്ന് റോണിയെ പോലെ നല്ലൊരു ചെക്കന് എൻ്റെ വീട്ടുകാർ നോക്കി കണ്ട് വെച്ചതായിരുന്നു. പക്ഷെ എൻ്റെ ഇഷ്ടം അങ്ങനെ അല്ല. ഇത് നമ്മള് ടീസറിലും ട്രെയിലറിലും ഒക്കെ വരും. അങ്ങനെയല്ല. അല്ല, റോണിയുടെ പേര് പറഞ്ഞോണ്ട് ഇവിടെ ആണെന്ന് നമ്മൾ ഓണം സോങ്ങിൽ തന്നെ കുറച്ച് പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു അങ്ങനത്തെ ഒരു ആംഗിളിലാണ്. അപ്പോൾ അടിപൊളി പ്രോജക്റ്റ്. എനിക്ക് വന്നപ്പോഴും ഞാൻ ചെന്നൈയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ടൈം എടുക്കും. നാട്ടിലെ ഒരു സെറ്റിൽ വരുമ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഈ സെറ്റിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഫാമിലി. പെട്ടെന്ന് ഗെറ്റ് അലോങ് ചെയ്തു. എല്ലാവരെയും നിങ്ങളൊക്കെ അറിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളിയായിരുന്നു. പുതിയ ഫ്രണ്ട്സ്. അല്ല, അത് വളരെ കുറച്ച് സെറ്റുകളിൽ മാത്രം സംഭവിക്കാറുള്ളൂ. അത് നമ്മുടെ ഷൂട്ട് നടക്കുമ്പം എനിക്ക് സജിൻ 2 ദിവസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരത്തെ എല്ലാവരും ക്യാരവനിൽ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അതിന് സജിൻ പറഞ്ഞു, കൊള്ളാട്ടാ സെറ്റ് കൊള്ളാട്ടാ, പെട്ടെന്ന് ചെല്ലില്ലേ നമ്മള് എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് അത്രയും അല്ലേ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അതും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഈ കൂട്ടത്തിൽ എനിക്ക് ഞങ്ങള് മാത്രമേ ഒരു സിനിമയില് അല്ല, ഞാൻ പലരെ കണ്ടിട്ടുണ്ടെങ്കിലും ജീവയെ കണ്ടിട്ടുണ്ട്, വർഷയെ കണ്ടിട്ടുണ്ട്. എല്ലാരും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കണ്ടൊരു ഹായ് ബായ് പറഞ്ഞു പോയതല്ലാതെ അവരെല്ലാരോടാണ് ഒരു 10 ദിവസം ഒരു വീടിന്റെ മുമ്പിൽ കിടന്ന് കസരത്ത് കാണിക്കണം. വർഷക്കാണെങ്കിൽ ഫസ്റ്റ് ഡേ 5 ആടായിരുന്നു.
പോടോ. അതെ അതെ എന്റെ അടുത്ത് സഞ്ജീവൻ പറയുന്നത് ഞാൻ introvert ആണ് guys. അല്ല എന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞത്. അതെ രക്ഷപ്പെടാൻ പറ്റ പറഞ്ഞ വാക്കല്ല അതെന്താണെന്നറിയോ, നമ്മൾ ഈ വെറും വർഷയിലൊക്കെ കണ്ട് ഓ വർഷം അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കും. ആക്ച്വലി ഫസ്റ്റ് കാണുമ്പോൾ ആള് ഭയങ്കര ക്വയറ്റാ. ഞാൻ ശരിക്കും ഭയങ്കര ക്വയറ്റാ. ഞാൻ പരിചയമുള്ള ഒരു ഇടത്തിൽ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. അതൊക്കെ ഫീലായി അല്ല എനിക്ക്. ഫീൽ ആവാന്ന് വെച്ചാൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ജാണെന്നൊക്കെ പറഞ്ഞാല് അതായത് നമ്മൾ ഫസ്റ്റ് ഡേ ഒരാളെ കാണുമ്പോ നമുക്ക് ജാടയായിരുന്നു അവളെ പറഞ്ഞത്. പുള്ളിക്കാരി പിന്നെ നമ്മൾ പരിചയപ്പെട്ട് വരുമ്പോഴാണല്ലോ ഇതിപ്പോ എന്ത് തോന്നുന്നു? ഇപ്പൊ എന്നെ പറ്റി 2 വാക്ക് പറയും. വർഷമില്ലാതെ എന്താ ആഘോഷം എന്നുള്ള അവസ്ഥയിലല്ലേ നമ്മുടെ മതി. എല്ലാവരും സൂപ്പർ. അത് കൊള്ളാം. സാഹസത്തിന്റെ അടുത്ത 2 സാഹസിക ഇൻട്രോവേർട്ടായ ഹരി. അരി താഴ്ത്തി നോക്കാൻ തുടങ്ങി. അല്ലേ റംസു, ഇതൊക്കെ ഇവന്റെ നമ്പർ. ഈ ക്യാമറ ഒന്ന് ഓഫ് ചെയ്താൽ ഇവിടെ കിടന്ന് ഇവൻ കുന്തളിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓഫാക്കിയില്ലേ? എന്താന്ന് വെച്ചാല് നിങ്ങള് കോളേജിലൊക്കെ പോയപ്പോഴേ ഹരി ഭയങ്കര നാണം അഭിനയിച്ചപ്പം അങ്ങനെ അവങ്ങനെ പറഞ്ഞല്ലോ, അതായത് എനിക്ക് മൈക്കിൽ സംസാരിക്കാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ അവൻ അയച്ചു കൊടുത്തിട്ട് എന്താന്ന് വെച്ചപ്പോ പറഞ്ഞു ഇതൊക്കെ എന്റെ ഒരു നമ്പറല്ല, ഇതൊക്കെ കേൾക്കുമ്പോ പെമ്പിള്ളേര് വീഴും പാവം എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി. എടാ അത് 80s നമ്പർ കണ്ണാടികളോ അതാണ് ട്രെൻഡ്. ആ അതെ അതെ. ഈ ആഴ്ചത്തെ സഞ്ജോട്ടൻ ഭയങ്കര എക്സ്ട്രോട്ടാ. പക്ഷെ സഞ്ജോട്ടൻ പെണ്ണ് കിട്ടാൻ വേണ്ടി ഇപ്പം പെണ്ണുകൾ അട്രാക്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അതാരാണ്? ആര് സഞ്ജയുടെ പോണ പെണ്ണിട്ട് കൊച്ചുണ്ട്. ഇന്റർവേർട്ടുകൾക്കാണ് പെണ്ണ് കിട്ടുള്ളൂ എന്നാണ് പറയണേ. ഹരി, നിന്റെ ക്യാരക്ടറിനെ പറ്റി പറ, സാഹസത്തെ പറ്റി പറ. എന്റെ ക്യാരക്ടറിന്റെ പേര് ജോഷ വർഗീസ് എന്നാണ് ശരിക്കും. പക്ഷേ പടത്തിൽ പപ്പൻ എന്നാണ് വിളിക്കുന്നത്. എവിടെയെങ്കിലും ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഒരു ഐ ഡി കാർഡിലുണ്ട്, അത് കാണിക്കും. ID കാർഡിൽ അത് നമ്മള് ഫോക്കസ് ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ക്രോപ്പ് ചെയ്ത് നമുക്ക് ഇടാം. ഞാൻ ഇതില് റംസാന്റെയും ശബരിഷേന്റെ റൂംമേറ്റ് ആണ്. അപ്പൊ അതിൽ ഇവരുടെ ആളാണ് ഞാൻ. 3 റൂംമേറ്റ്സ്. എന്നിട്ട് ഇത് നമ്മൾ കോളേജ് പ്രൊമോഷൻസിനും ഇന്റർവ്യൂസിനും കേട്ടുള്ളതാണ്. ഇതിൽ കൂടുതൽ നിനക്ക് നിന്റെ ക്യാരക്ടറിനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഇതിൽ കൂടുതൽ ഇവരുടെ ഒരു ക്യാരക്ടറാണ് ഞാൻ. നമ്മളൊക്കെ ഏജ് കുറവുള്ള ക്യാരക്ടറാണ് അവന്റെ. അല്ലേ? അതെ. പക്ഷെ ഇവനെ ഡാബോട്ടെന്നാണ് വിളിക്കുന്നത് എല്ലാരെയും. എങ്ങനെയുള്ള ഒരാളാണ് പപ്പൻ? പപ്പൻ ഒരു പാവമാണ്. വളരെ നിഷ്കളങ്കമായ മനസ്സുള്ള ആളാണ്. കൂട്ടുകാർക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളാണ്. പക്ഷെ ഇതിൽ പെട്ടുപോകുന്നതാണ്. ഈ പ്രശ്നത്തിൽ നമുക്ക് എല്ലാവർക്കും കാണൂലേ, എല്ലാ കൂട്ടത്തിലും ഒരു പാവം നമ്മൾ പിടിക്കുന്ന എല്ലാ വള്ളിയുടെയും കൂടെ കയറി വരുന്ന അതുപോലെയാണ് പപ്പൻ. ഓക്കെ. അപ്പം ആവേശം കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് കേട്ടതെന്ന് സാഹസം ചൂസ് ചെയ്തതാണോ അതോ ഇനിയും സ്ക്രിപ്റ്റുകൾ വായിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു? എങ്ങനെയാ ഇപ്പൊ ആവേശം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ആണല്ലോ പിന്നെ കോണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ ആയ ഹരി സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള യാത്ര ഈ സാഹസം ഉൾപ്പെടെ ഉള്ളത് എങ്ങനെയാ പ്ലാൻ ചെയ്തേക്കുന്നത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നീ പറയാൻ പറ്റില്ലെങ്കിൽ ഒരു രണ്ട് പേപ്പർ വാങ്ങിച്ച് ഇങ്ങോട്ട് എഴുതിത്താ, ഞങ്ങൾ പയ്യെ ഇരുന്ന് വായിക്കാം. ഇനി എനിക്കൊരു ചോദ്യം ഉണ്ടല്ലോ, ഇനി അടുത്ത റീൽ എടുക്കുമ്പോ എന്നെ അഭിനയിക്കാൻ വിളിക്കൂ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹരിയുടെ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട്. അടുത്ത് നല്ല ഇതേപോലത്തെ നല്ല പടം കിട്ടിയാൽ അടുത്തും ചെയ്യും. ഇതിലൊരു ദിവസം ഞാൻ വീട്ടിലിരുന്നപ്പോഴേക്കും ബിബിൻ ചേട്ടൻ വിളിച്ചിട്ട് അത് ഒരു കഥ പറയാനുണ്ടായിരുന്നു. ആദ്യം ഷിഹാബിക്ക് വിളിച്ചിട്ട് അല്ലേ ഇതൊരു ഡയറക്ടർ വിളിക്കട്ടോ. അപ്പോഴേക്കും ഞാൻ അടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ബിബിൻ ചേട്ടൻ വിളിച്ചു കഥയൊക്കെ പറഞ്ഞു കണക്റ്റായി. എന്നിട്ട് ബിബിൻ ചേട്ടൻ അടുത്ത് പൂജയ്ക്ക് വരാൻ. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ ഷൂട്ട് സാഹസം പരിപാടി? എങ്ങനെയുണ്ടായിരുന്നു? നീ പൂജ പോയിരുന്നല്ലേ? ഞാൻ ഉണ്ടായിരുന്നു. ടോട്ടൽ സെറ്റ് കാര്യം 10 ദിവസം നമ്മള് കൊച്ചിയിലെ സെറ്റിനേക്കാൾ എനിക്ക് തൊടുപുഴ ഒരു 10 ദിവസം. എങ്ങനെയാണ് കൊച്ചി സെറ്റിൽ നിന്ന് തൊടുപുഴ സെറ്റ് എങ്ങനെയാണ് ഹരിക്ക് കുറച്ചുകൂടെ പ്രിയപ്പെട്ടതാണ്? കൊച്ചി സെറ്റിൽ എന്ന് പറയുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഒരുമിച്ച് കാണില്ല. ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ അവിടെ ശരിയാണ്. അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ കൊച്ചിക്കുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്നിച്ചു വിടാൻ കഴിയില്ല. ഈ പക്ഷേ ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ കാർത്തിക് ഒരു
കാർത്തിക് ഭാഗത്തേട്ടൻ ഞാൻ എല്ലാവരും കൂടെ ഒരു കാരവനിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, നിങ്ങളൊക്കെ വേറെ പല പല കാരവനിലായിരിക്കും, അങ്ങനെ എപ്പോഴും ഒന്നിച്ച് കിട്ടാറില്ല. തൊടുപുഴ ആകുമ്പോഴേക്കും കാർത്തിക് തോളി കയറ്റിക്കുന്ന നരഞ്ജൻ്റെ കൂടെ. അപ്പൊ അത്രയും ഗ്യാപ്പ് കുറഞ്ഞു. അതാണ് തൊടുപുഴ മൊത്തത്തില് സാഹസം പരിപാടി എൻജോയ് ചെയ്തു. വൈബ് സെറ്റ് ആയിരുന്നു. ഹായ് കാർത്തി. ഹേയ് കാർത്തി. ഹേയ് കാർത്തി. പറ കാർത്തി. എനിക്ക് ചോദ്യമൊന്നുമില്ല, നീ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെടാത്ത കാർത്തി. പിക്കപ്പ് ലൈൻ പറയും. അത് പറയുന്നത് ഇഷ്ടം. കാർത്തി ഇപ്പം മെച്ചുവേർഡ് ആകുന്നതിന്റെ ഭാഗമായി പിക്കപ്പ് ലൈൻ നിർത്തിയേക്കുവാ. അത് നിന്റെ കഴിവാണ്. ആർക്കും ഇതേപോലെ ചോദ്യങ്ങൾ വേണം. ചോദ്യങ്ങൾ വേണം. എന്തുണ്ട്, എന്തൊക്കെയുണ്ട്? ഞാൻ ചോദിച്ചാൽ മതിയോ? അല്ല കാർത്തിയുടെ അടുത്ത് കുഴപ്പമില്ല, അവര് ചങ്കും ചങ്കയിലും. ഇവന് വേണ്ടി ഇൻട്രോവേർട്ട് അല്ല. നിങ്ങള് കാർത്തിക് സെറ്റിൽ ഒരുപാട് സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചതാണല്ലോ. കാർത്തിക്കിന് കാർത്തിക്കിന് നമ്മളെല്ലാം വൺ ഓഫ് ദ സീനിയർ ആക്ടർ ആരായിരുന്നു കാർത്തിക്കിനോട് അഭിനയിച്ചതിൽ? ഫേവറേറ്റ് നമ്മള് ഗ്യാങ്ങിലുള്ളത്, നിങ്ങളുടെ ഗ്യാങ്ങിലുള്ളത് ബൈജു ചേട്ടനും ഭഗത്തേട്ടനും ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ നടുക്ക് നിക്കുവാ. രണ്ടുപേരും 100-110 പടം അഭിനയിച്ചവരാ. അപ്പൊ ചേട്ടനൊന്നും പോരാ. എത്ര കാലത്ത് പിന്നെ 10ാമത്തെ വയസ്സ് തൊട്ട് അഭിനയിക്കല്ലേ. എന്റെ ആദ്യത്തെ ഷോട്ട് തന്നെ ബൈജു ചേട്ടനെ കെട്ടിപ്പിടിച്ച് കൺവിൻസ് ചെയ്യുന്ന ഷോട്ടാ. അപ്പൊ അത് തന്നെ ഞാൻ ചെയ്തെന്ന് തോന്നുന്നു. പുള്ളി കൺവിൻസ് ആയെന്ന് അറിയില്ല. മൊത്തം അപ്പോ ബൈജു ചേട്ടൻ പേടിച്ച ഞാൻ അടുത്തോട്ട് പോയേ. പിന്നെ കംഫർട്ടായി. അങ്ങനെ എങ്ങനെ നിങ്ങൾ പറയുമ്പോ കംഫർട്ടബിൾ അല്ല. എങ്ങനെയാണ് ബൈജു ചേട്ടനായിട്ടുള്ള ലൈക്ക് ഒരു 10 സീനിയർ ആക്ടർ അല്ലേ, അപ്പൊ ആദ്യമായിട്ടല്ലേ, അപ്പൊ എങ്ങനെയാ സോണിലേക്ക് വന്നേ? നമുക്ക് കുറെ കാര്യം പഠിക്കാൻ പറ്റി. എങ്ങനെ സീനിയർ ആക്ടേഴ്സ് എങ്ങനെ പെരുമാറാം എന്നുള്ള പരിപാടിയൊക്കെ പഠിക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഇപ്പോൾ ഒരേ സമയം നമുക്ക് വൈബും ചെയ്യാൻ കുറെ കാര്യം പഠിക്കാൻ പറ്റുക എന്നുള്ളത്. എന്തൊക്കെയാണ് പഠിച്ചത്? അതിന് ശമ്പളവും എന്തൊക്കെയാണ് പഠിച്ചത്? അത് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ കാർത്തിയുടെ ക്യാരക്ടർ എന്താ? എൻ്റെ ക്യാരക്ടർ ലുട്ടൻ എന്ന് പറഞ്ഞാൽ ഇവര് നാട്ടിൻപുറത്ത് നിന്ന് സിറ്റിയിലോട്ട് വരുമ്പോൾ രണ്ടുപേരെ നയിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കാറ്ററിംഗ് ഇല്ല, സിനിമയുടെ കഥ അറിയാതെയൊക്കെയാണ്. സോറി. എങ്ങനെയുള്ള ഒരാളാണ് ലുട്ടൻ? ലുട്ടൻ ഇങ്ങനെ ഒറ്റ ബുദ്ധി എന്തേലും പറഞ്ഞ് അഭിനയിക്കേണ്ടി വന്നു. കാർത്തിക്കിന്റെ ക്യാരക്ടറുമായിട്ട് സാമ്യതയുണ്ടോ? നിനക്ക് നിന്റെ ക്യാരക്ടർ നിന്റെ റിയാലിറ്റി സാമ്യത ഉണ്ട്. ഇല്ല, എന്റെ ക്യാരക്ടർ സാമ്യത ഉണ്ട് ഏകദേശമൊക്കെ. ലൈറ്റപ്പ് ചെയ്തിരിക്കണ അപ്പൊ അങ്ങനെയൊക്കെ. സുഖം. വേറൊരു ചോദ്യം. അവനോട് ചോദിക്കണം മതിന്നൊക്കെ. ഇതിനിടയ്ക്ക് എനിക്കൊരു കാര്യം റംസാൻ പറ. റംസാന്റെ ലൈക്ക് ആദ്യം ഡാൻസർ, കൊറിയോഗ്രാഫർ, പിന്നെ ഈ പറഞ്ഞ സിനിമകളെല്ലാം റംസാൻ പ്ലാൻ ചെയ്തതാണോ? അതായത് ഇപ്പം എന്തായാലും ഭീഷ്മപർവം കഴിഞ്ഞിട്ട് കുറേ കഥകൾ കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആഷിഖറിൻ്റെ പടം, അത് കഴിയുമ്പോൾ റൈഫിൾ ക്ലബ്, അത് കഴിയുമ്പോഴും കുറേ കഥകൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് ഞാൻ പോകേണ്ടതെന്ന് റംസാൻ ചൂസ് ചെയ്തിട്ടാണോ അതോ യു ആർ ഗോയിങ് ഇൻ ദ ഫ്ലോ? ഇല്ല, ചൂസ് ചെയ്തിട്ടാണ്. ഭീഷ്മറോ ആയിരുന്നു എൻ്റെ ഫ്ലോ. സോ ആഫ്റ്റർ ദാറ്റ് ഈ പറയുന്ന പോലെ നായകൻ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. പക്ഷെ എൻ്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നായകനായിട്ട് വരുന്ന പടത്തിന് ടിക്കറ്റ് എടുക്കാൻ ആളുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഞാൻ അത്രയും വാല്യൂ ആയിട്ടുള്ള ഒരാളായിട്ടില്ല എന്നുള്ള ജഡ്ജ്മെന്റ് എനിക്കുണ്ട് ഇൻ സിനിമാസ്. അത് നമുക്ക് അറിയാൻ പറ്റില്ല ശരിയാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എന്റെ കൺസേൺ എന്തായിരുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണം. അതായത് കുറച്ച് വൈകിട്ടാണല്ലോ റംസാൻ വരുന്നത്. റംസാൻ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് റംസാൻ കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. അതായത് റംസാൻ ആക്ച്വലി ക്യാരക്ടറിന് ആപ്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ റീച്ച് എങ്ങനെയായിരിക്കും? ഇപ്പൊ റംസാൻ ആദ്യമായിട്ടൊരു നായകനായിട്ട് വരികയാണ്. അപ്പൊ എത്രത്തോളം ഇതിന് റീച്ച് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ എന്താണ് സംഭവിച്ചത് അല്ല, അതിന്റെ റീച്ച് എന്ന് വെച്ചാൽ ഒരൊറ്റ ഈ ഒരു പാട്ട് ഇവിടെ റിലീസ് ആയതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഉണ്ടായ റീച്ച് എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ പറഞ്ഞ
സിനിമയ്ക്ക് മുമ്പ് മറ്റൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ സംഭവിക്കുമോ എന്നുള്ളത് എനിക്ക് അത് വേറെ രീതിയിൽ സംഭവിച്ചാൽ ഈ രീതിയിൽ സംഭവിക്കാൻ കാരണം ചിലപ്പോൾ ഞാനായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നല്ല സിനിമകൾ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിന് എന്തെങ്കിലും നന്നായി പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക, ഓഡിയൻസിന് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെയാണ് റൈഫിൾ ക്ലബ്ബ് ചെയ്യുന്നത്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഡാൻസിനെ മൊത്തത്തിൽ മാറ്റി വെച്ചിട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചെയ്യുന്നത്. അതിലെ ക്യാരക്ടർ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, കുറേ പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നെയാണ് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നത്, ഓക്കെ ഇനി കുറച്ച് പരിപാടീസ് ട്രൈ ചെയ്യാം എന്നുള്ളത്. സോ കഥകൾ കേൾക്കുന്നുണ്ടായി. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറങ്ങുന്ന ടൈമിലായിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് തുടങ്ങി കുറച്ചായത്. തൊടുപുഴയായിരുന്നു. അപ്പം ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു ജോണർ പരിപാടീസ് വരില്ല. എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഇത് അത്ര കുറച്ച് ട്രിക്കിയാണ് ഇത് പറഞ്ഞു ഫലിപ്പിക്കാൻ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനൊരു ജോണർ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും കിട്ടാത്തൊരു കാര്യമായിരിക്കാം എന്നുള്ളത്. അതുകൊണ്ടാണ് കഥയുടെ ഇമ്പാക്റ്റിലാണ് ഞാൻ ഈ പടത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് 21 ഗ്രാംസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു. ബിബിൻ ചേട്ടൻ പേഴ്സണലി അറിയില്ലായിരുന്നു, കണ്ടു, സംസാരിച്ചു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പുള്ളി നമ്മൾ ഈ സിനിമ ഇത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ ബിബിൻ കൃഷ്ണ. ഓഗസ്റ്റ് 8 നമ്മുടെ സിനിമ റിലീസാകാൻ പോവാണ്. നമ്മളെല്ലാവരും സിനിമയെ പറ്റി ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി, ആവശ്യമില്ലാത്ത പറഞ്ഞു. കുറെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് നമ്മുടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകൻ സാഹസം കാണണം? ആർക്ക് വേണോ ഉത്തരം പറയാം. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകൻ അവനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു ചേരുവകളുള്ളൊരു സിനിമയാണ് സാഹസം. ഇതിൻ്റെ അകത്ത് നമ്മൾ പറയുന്ന പോലെ ഏത് മൂഡ് എന്ന് ചോദിക്കുന്ന നമ്മൾ പാട്ടിൻ്റെ ഇത് ചോദ്യം പോലെ തന്നെ പല മൂഡുകളുണ്ട്, പല മോഡുകളുണ്ട്. ഇനി നീ ബാക്കി പറ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞാണ് അതിൻ്റെ ഉത്തരം. എല്ലാ ഇമോഷൻസിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് സാഹസം. ഓഡിയൻസിന്, കണ്ടിരിക്കുന്ന ഓഡിയൻസിന് എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ത്രില്ലിങ്ങും എല്ലാം റിലേറ്റബിളും ആണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മളിതൊക്കെ പ്രേക്ഷകർ എങ്ങനെയാണ് എടുക്കാൻ പോണെന്നുള്ളത്, അവർക്ക് എന്താ തോന്നുന്നത് 8-ാം തീയതി തൊട്ട് അറിയും. അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് ഞങ്ങളുടെ പറയും. അത് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8-ാം തീയതി പടം കാണണം. അതെ, ഓഗസ്റ്റ് 8-ാം തീയതി സാഹസം റിലീസാണ്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിൽ പോയി കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് പറയാം, ഇത് ഫാമിലിയോട് പറയാം, വലുതാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗൈസ്.